ഹലോ, എല്ലാവർക്കും മെല്ലാൻമൽ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേക്കറികളിലൊക്കെ കിട്ടുന്ന കോയിൻ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മുട്ട ബിസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന കുഞ്ഞ് ബിസ്ക്കറ്റ്, യെല്ലോ കളറുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞ് ബിസ്ക്കറ്റ് ഉണ്ട്, ആ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതായി കാണുന്നത് പോലെ. ഇതിലേക്ക് കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്താലും മതി. ഇത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മെൽറ്റ് ആയിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മളെടുക്കുന്ന മുട്ടയ്ക്ക് വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ അല്പം ലൂസാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മൈദ കൂടി ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കുക. ഇനി ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഈ കാണുന്നത് പോലെ ഇറക്കി വെക്കുക. കണ്ടോ? ഇനി ബാക്കിയുള്ള ഭാഗം ഗ്ലാസിൻ്റെ പുറത്തോട്ട് താഴ്ത്തി വെക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? ഇനി അത് നമ്മൾ ഈ കാണുന്ന രീതിയിൽ തന്നെ എടുക്കുക. താഴത്തേക്ക് ഒന്ന് ആക്കിയെടുക്കുക. ഇനി ഞാനിവിടെ ചുവടുകട്ടിയുള്ള ഒരു തവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഈ കാണുന്നത് പോലെ അതിൻ്റെ കോർണറിൽ അല്പം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്നത് പോലെ അല്പാൽപമായി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ഷേപ്പിലാണെങ്കിലും ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് മാറിക്കോളും. ഇതിപ്പോൾ ഞാൻ മുഴുവൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തയ്യാറാക്കിയെടുക്കണം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഷേപ്പ് നോക്കിയാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്ന് കളറൊക്കെ മാറി വന്നേക്കുന്നത് കണ്ടോ? ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. കണ്ടോ? ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു നല്ല ഷേപ്പിലുള്ള യെല്ലോ കളറുള്ള മുട്ട ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് പറിച്ചെടുക്കണം അതിൻ്റെ അകത്തുനിന്ന്. ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണിത്. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറേ ദിവസങ്ങൾ കേടാകാതെ ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണിത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.